കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്ത് വിവിധ ടൈം സോണുകളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ സാം ചെന്നിത്തല അല്ലെങ്കിൽ സാം ജേക്കബ്. തിരുവല്ല പട്ടണത്തിൽ താമസിക്കുന്നു. കർത്താവിൻ്റെ വേലോടനുബന്ധിച്ച് കഴിഞ്ഞ 7 വർഷക്കാലം കേരളത്തിൽ പ്രവർത്തിക്കുവാൻ കർത്താവ് ഇടയാക്കി. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം ഓരോ ദിവസവും കാണുവാൻ, ഓരോ ദിവസവും അനുഭവിക്കുവാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊരുമിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിലെ വചനധ്യാനം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ, വലിയ ദൈവപ്രവൃത്തിയായി മാറട്ടെ. നമ്മൾ ആരും തമ്മിൽ കാണുന്നില്ല, പക്ഷേ കർത്താവ് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പൊന്നുപിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരെ അപ്പച്ചൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ വചനം ഇന്ന് രാത്രി ഓരോ സ്ഥലങ്ങളിലും ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. തകർന്നിരിക്കുന്ന നീറിപ്പോകുന്ന ഹൃദയങ്ങൾക്ക് അവിടുന്ന് ആശ്വാസം പകരുന്നതിനായി സ്തോത്രം. അവിടുത്തെ അദൃശ്യമായ കരം തൊട്ട് അവിടുന്ന് സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. വലിയ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുന്നതിനായി സ്തോത്രം. കർത്താവ്, ജനത്തെ കർത്താവ് തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഏത് വിഷയമായിക്കോട്ടെ, ആ വിഷയങ്ങളെക്കാൾ വലിയവനായ ഞങ്ങളുടെ കർത്താവ് ഇന്ന് രാത്രി അവരായിരിക്കുന്ന മുറിക്കകത്ത് ഇറങ്ങിച്ചെല്ലട്ടെ, അവരായിരിക്കുന്ന ഹോസ്പിറ്റലിനകത്ത് ഇറങ്ങിച്ചെല്ലട്ടെ. തകർന്നിരിക്കുന്ന ഹൃദയങ്ങളെ കർത്താവ് മുറിവ് കെട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം തൊടുന്നതിനായി സ്തോത്രം, സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം, വചനം ശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ ബലമുള്ള കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ വചനം നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കപ്പെടുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഇന്ന് ആത്മീയ ഗോളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ദൈവജനത്തിന് ക്രിസ്തീയ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഒന്നാമത്തെ ഒരു ഫോൾട്ട് ഇതാണ്, ക്രിസ്തീയ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഈ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് വിജയകരമായി കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് അവരിൽ ഭയം വ്യാപരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ കർത്താവിൻ്റെ അടുക്ക് എത്തുമോ, അല്ല ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ പോകുമോ എന്ന് ഉള്ള ഒരു സംശയമുണ്ടായിട്ട് അത് ഭയമായി മാറുന്നു. ആ ഭയത്തെ പിശാച് മുതലെടുത്ത് നമ്മുടെ വിശ്വാസത്തെ ചോർത്തിക്കളയുന്നു. അതേപോലെ തന്നെ ആ ഭയം നമ്മളിലേക്ക് വർദ്ധിച്ചു വന്നിട്ട് രോഗമായി മാറുന്നു, ശാരീരിക അസ്വസ്ഥതയായി മാറുന്നു, ഡിപ്രഷനായി മാറുന്നു. അങ്ങനെ ഒത്തിരി മേഖലകളിൽ ഈ ഭയം വ്യാപരിച്ചിട്ട് മനുഷ്യനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മൂല കാരണം എന്താണ്? ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും മാത്രം ചുരുക്കമായി പറയാം. അനുസരണം. കർത്താവ് എന്തു പറയുന്നു അനുസരിക്കണം. ഈ ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു അത് നമ്മൾ അനുസരിക്കണം. എങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. നമ്മൾ പലപ്പോഴും പലതിലും ഫെയിലാകുന്നു, തോറ്റുപോകുന്നതിൻ്റെ കാര്യം, നമുക്ക് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നൽകി തന്ന ഈ തിരുവചനം നമ്മൾ ജസ്റ്റ് വായിച്ച് വിടുന്നതല്ലാതെ ഇത് ജീവിതത്തിൽ അനുസരിക്കാനോ പ്രാവർത്തികമാക്കാനോ ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പലതിലും തോറ്റുപോകുന്നത്. പലതിലും തോറ്റുപോകുന്നു, ഭയമുണ്ടാകുന്നു, നിരാശ ഉണ്ടാകുന്നു, ഡിപ്രഷനിലേക്ക് പോകുന്നു, ആത്മീയ ജീവിതം താറുമാറായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇന്ന് രാത്രി നമ്മുടെ ജീവൻ പോയാൽ കർത്താവിൻ്റെ അടുത്ത് എത്തും? അല്ല, ഇന്ന് രാത്രി കാഹളം ധ്വനിച്ചാൽ ഞാൻ കേൾക്കും എന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? പ്രിയ ദൈവമക്കളെ,
ഇന്ന് രാത്രിത്തെ മെസ്സേജ് നമ്മുടെ ലൈഫിനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന, നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുന്ന ഹല്ലേലൂയ ആ മെസ്സേജായി മാറട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. നെറ്റിൻ്റെതായ പ്രയാസം ഒന്നും ഉണ്ടാകാതെ, ഒരു തടസ്സം ഉണ്ടാകാതെ ഈ മെസ്സേജ് കംപ്ലീറ്റ് ചെയ്യണം. ജനം പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഇന്ന് രാത്രിയിൽ നമ്മൾ കാണുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളെ കാണുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മുറിക്കകത്ത് ഇറങ്ങി നിൽക്കുന്നു, നമ്മളോട് സംസാരിക്കും, നമ്മളെ സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ടെന്നറിയാമോ ജീവിതത്തിൽ. ഹല്ലേലൂയ. കൈ തൊടാതെ, നേരിട്ട് കാണാതെ നൂറുകണക്കിന് ആൾക്കാരെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് രാത്രി അത് സംഭവിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങൾ ഇതിനോടനുബന്ധിച്ച് പറഞ്ഞ് പെട്ടെന്ന് ദൈവം തന്ന ആലോചനയിലേക്ക് ഞാൻ പോകട്ടെ. എൻ്റെ വലിയൊരു ടെസ്റ്റ് മണിയാണ്. അതുകൊണ്ട് അത്രയും വലിയ ടെസ്റ്റ് മണി എനിക്കിവിടെ പറയാൻ കഴിയില്ല. വളരെ ചുരുക്കമായി നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ ദൈവവചനത്തിലേക്ക് മടങ്ങി വരാം. എൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, പാസ്റ്റർ സാം ചെന്നിത്തല എന്നറിയപ്പെടും, അല്ലെങ്കിൽ സാം ജേക്കബ്. ഞാൻ ദൈവദാസന്മാരുടെ ഭവനത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ വലിയപ്പച്ചൻ പാസ്റ്റർ മുട്ടങ്കി വർഗീസ് കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് നിത്യതയിൽ പ്രവേശിച്ചു. എൻ്റെ പിതാവ് പാസ്റ്ററാണ്, അദ്ദേഹം പാസ്റ്റർ ജേക്കബ് സാമുവൽ. അദ്ദേഹം തിരുവല്ല സെൻറ്ററിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. 78 വയസ്സുണ്ട്. 55 വർഷമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. എനിക്ക് ഭാര്യ, എൻ്റെ ഭാര്യയുടെ പേര് റീന സാമുവൽ. കുഞ്ഞുങ്ങൾ 3 പേരാണ്. ഫെയ്ത്ത് സാമുവൽ, പ്രൈസി ഏഞ്ചല സാമുവൽ, ഡിറ്റ്സ വസാന സാമുവൽ. 3 പേരും വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ തിരുവല്ലായിൽ, കേരളത്തിൽ തിരുവല്ലായിൽ സെറ്റിലായിരിക്കുന്നു. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിഷൻ ഫീൽഡ്, ഹോപ്പ് മിഷൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു മിഷൻ ഫീൽഡ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ അവസാനം പറഞ്ഞ് ദൈവനിരത്തിലേക്ക് കടന്നു വരാം. ഞങ്ങൾ കഴിഞ്ഞ ഏകദേശം 1995 മുതൽ ഞാൻ ദുബായ് പട്ടണത്തിലായിരുന്നു. അവിടെ അതിനുശേഷം വിവാഹം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായ പട്ടണത്തിലായിരുന്നു. ഞങ്ങൾ ഏകദേശം 21 വർഷക്കാലം ആ ദേശത്തായിരുന്നു. അവിടെ ആദ്യ ജോലിയോടനുബന്ധിച്ച് മുന്നോട്ട് പോയെങ്കിൽ പിന്നീട് അവിടെ ഒരു ബിസിനസ് ആരംഭിച്ച് ഒരു ഫ്ലൈറ്റ് ഫോർവേഡിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മുന്നോട്ട് ആ കമ്പനി പോകുന്ന സമയം അതിനുശേഷം ദൈവദാസന്മാരുടെ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടെങ്കിലും ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടായിരുന്ന ആളല്ല ഞാൻ. ദൈവമില്ല എന്നുള്ള ചിന്തഗതിയിലേക്ക് എൻ്റെ ജീവിതം വന്നിരുന്നു. മറ്റൊന്നുമല്ല, ഒത്തിരി സ്ട്രഗിളുകൾ ലൈഫിൽ ചോദ്യങ്ങളായി മാറി. ഇതൊക്കെ ദൈവമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണോ? ഇതൊക്കെ മനുഷ്യൻ കാശുണ്ടാക്കാനുള്ള വഴിയല്ലേ എന്നുള്ള ചിന്തയൊക്കെ മനസ്സിലുണ്ടായിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകാനിടയായി തീർന്നു. അങ്ങനെ ഒരു ബിസിനസ്സുകാരനായി കാശുണ്ടാക്കുക എന്നൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അങ്ങനെ ബിസിനസ്സുകാരനായി ദുബായ് പട്ടണത്തിൽ ഞങ്ങൾ ബിസിനസ് ചെയ്തു. അങ്ങനെ ആ ബിസിനസ് വളരുവാൻ തുടങ്ങി. വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് വളർന്നു വന്നു. പക്ഷേ ദൈവമായിട്ടൊരു ബന്ധമില്ല, വ്യക്തിപരമായ ഒരു ബന്ധമില്ലാത്ത അവസ്ഥയിൽ 12 വർഷം അങ്ങനെ മുന്നോട്ട് പോയി. എന്നാൽ ദൈവത്തിൻ്റെ പിടി എൻ്റെ മേൽ വീണു. ഞാൻ ചുരുക്കമായി പറയുകയാണ്, ദൈവത്തിൻ്റെ പിടി എൻ്റെ മേൽ വീണു. ഞങ്ങൾ നല്ല രീതിയിൽ ഓടിക്കൊണ്ട് ബിസിനസ്സിനെ ദൈവം അടിച്ച് തകർത്തു. അതിനുശേഷം ആ ബിസിനസ് തകർന്നതിന് ശേഷം ആർക്കും രക്ഷിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക്, കടഭാരങ്ങളിലേക്ക് കടന്നുപോയി. ജയിലിലേക്ക് കിടക്കേണ്ടി വന്നു. അവിടെ നിന്നെല്ലാം ദൈവം അത്ഭുതകരമായി പുറത്തു കൊണ്ടുവന്നു. എൻ്റെ കടഭാരങ്ങളൊക്കെ കർത്താവ് ആളിനെ അയച്ച് അത് ഏറ്റെടുത്തു. അങ്ങനെ അത്ഭുതകരമായി ആ ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവന്നു. അതിനുശേഷം ദൈവിക പദ്ധതിയിലേക്ക് തിരിയുവാൻ, കർത്താവിനോട് കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചു, കർത്താവിനോട് പറ്റിയിരിക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് പറയുന്നത് അനുസരിക്കാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ഇതാണ്. നമ്മൾ ചില കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് കർത്താവിന് വേല ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇന്ന ദേശത്ത് പോയി കർത്താവിന് വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കരുത്. അങ്ങനെ മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചാൽ കിടന്ന് കുഴയും കറങ്ങും, ഒരിക്കലും മുന്നോട്ട് പോവുകയില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, എന്ത് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നവരായിക്കോട്ടെ, ഏത് പ്രവർത്തനം തുടങ്ങുന്ന ദൈവമേ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇതാണോ എന്ന് ദൈവത്തോട് ചോദിച്ചിട്ട് മാത്രമേ മുന്നോട്ട് പോകാവൂ. അങ്ങനെ ഞാൻ ചോദിക്കാഞ്ഞത് കൊണ്ട് ഒത്തിരി വില കൊടുക്കേണ്ടി വന്നു. ഞാൻ തന്നെ സുവിശേഷ പ്രവർത്തനങ്ങൾ പലത് ആരംഭിച്ചു, പല സ്ഥലങ്ങളിൽ കടന്നുപോയി, അങ്ങനെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പക്ഷേ കർത്താവിനോട് പറഞ്ഞില്ല, ഇതൊന്നുമല്ല ഞാൻ നിന്നെക്കുറിച്ചും നിൻ്റെ കുടുംബത്തെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. ഈ ദേശം വിട്ട്, ദുബായ് പട്ടണം വിട്ട് പോകണം. ഞാൻ നിന്നെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നീ അതിനുവേണ്ടി തയ്യാറാകുക. ദൈവമക്കളെ, ഞാനും ദൈവമായിട്ട് വടംവലിയായി ഞാൻ ഓടി സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നിനി എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്
ആഗ്രഹിക്കുന്നത് എനിക്കറിയത്തില്ല, ഞാനതിന് റെഡി ആയില്ല. അത് കംഫോർട്ട് സോൺ ഉപേക്ഷിച്ച് ഇറങ്ങി വരേണ്ട കാര്യമായുണ്ട്. ഞാനതിന് തയ്യാറായില്ല ദൈവമക്കളെ എന്ന് പറഞ്ഞാൽ ദുബായ് പട്ടണത്തിൻ്റെ കംഫോർട്ട് സോൺ ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് വരണം, അല്ലെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകണം. എങ്കിലേ എനിക്ക് കർത്താവ് പറഞ്ഞ ആ പദ്ധതിയിലേക്ക് വരാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ മനസ്സിലായപ്പോൾ ഞാനതിന് തയ്യാറായില്ല. ദൈവമായിട്ടൊരു പിടിവലി ഉണ്ടായി. ഹല്ലേലൂയ. ഈ പിടിവലി ഉണ്ടാകുമ്പോൾ കർത്താവ് കാലെ തൊടും. അതാ പരിപാടി, കാലെ തൊടും. യാക്കോബിൻ്റെ കാലെ തൊട്ടു എന്ന് പറഞ്ഞ പോലെ ഒരു കുഴപ്പമില്ലായിരുന്ന ഞാൻ ഇയർ ബാലൻസ് വന്ന് താഴെ വീഴുന്നു, എൻ്റെ വലത് കാൽ രണ്ടായിട്ട് ഒടിഞ്ഞു പോകുന്നു, ഞാൻ ഓടിച്ചു പോവുകയാണ്, ഒടിഞ്ഞു പോകുന്നു. എൻ്റെ ജീവിതം വീൽ ചെയറിലേക്ക് മാറി. ഡോക്ടർമാർ ചെയ്യാവുന്ന ഓപ്പറേഷനൊക്കെ ചെയ്തു, ടൈറ്റാനിയം പ്ലേറ്റ് ഇട്ട് ഫിറ്റ് ചെയ്തു, കാര്യമെല്ലാം ശരിയാണ്. പക്ഷേ എൻ്റെ ജീവിതം വീൽ ചെയറിലേക്ക് മാറി. 2016 ഏപ്രിൽ മാസം 26-ാം തീയതി ആ പട്ടണത്തോട് ഞങ്ങൾ ബൈ പറഞ്ഞു. ദൈവത്തിൻ്റെ ആത്മ വ്യക്തമായി പറഞ്ഞു, നീ വീൽ ചെയറിന് എഴുന്നേറ്റ് നടക്കണോ, ഞാൻ പറയുന്ന അനുസരിക്കണം. ജയിലിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവന്നു, സാമ്പത്തിക ബാധകളെല്ലാം തീർത്തു. ഇതെല്ലാം ചെയ്തിട്ടും ദൈവിക പദ്ധതിയിലേക്ക് ഞാൻ തിരിയാതിരുന്നപ്പോൾ എന്നെ തൊട്ട് എൻ്റെ കാൽ രണ്ടായിട്ട് ഒടിഞ്ഞുപോയി, വീൽ ചെയറിലേക്ക് മാറി. അവസാനം ആർക്കും രക്ഷിക്കാൻ വയ്യാതെ ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥയിൽ വന്നു. വീൽ ചെയറിലിരുന്ന് എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞു, ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തും, പക്ഷെ ഞാൻ പറയുന്ന അനുസരിച്ച് ഞാൻ പറയുന്ന പട്ടണത്തിലെത്തണം, എൻ്റെ വചനവുമായി എത്തണം, എൻ്റെ വചനവുമായി എത്തണം. ദൈവമക്കളെ, പിന്നെ ഞാനൊരു പിടിവലിയും നടത്തിയില്ല. ദൈവത്തിനെ സറണ്ടർ ചെയ്തു. 2016 ഞങ്ങൾ കുടുംബമായി ആ ദേശത്തുനിന്ന് യാത്ര പറഞ്ഞ് എൻ്റെ ജന്മസ്ഥലമായ ചെന്നത്തലയിലെത്തി. അവിടെ വന്നപ്പോൾ എൻ്റെ കാലൊക്കെ 2 കാലിൻ്റെ വലിപ്പമായി, നീര് വെച്ചിട്ട് കാലുറച്ചിട്ടില്ല. 3 മാസം ഹോസ്പിറ്റലായി, 3 മാസം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഡോക്ടർമാർ തള്ളി, ഒരു രക്ഷയുമില്ല, ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. എൻ്റെ കാലിന് സ്പർശന ശക്തിയില്ലാത്ത അവസ്ഥയായി. എൻ്റെ കാല് ജോയിൻ്റ് ആയിട്ടില്ല, എൻ്റെ കാല് കുത്തി നടക്കാൻ പറ്റും, 1 കിലോ വെയിറ്റ് പോലും എൻ്റെ കാലെ കൊടുക്കാൻ കഴിയത്തില്ല. ആ ഒരു അവസ്ഥയിൽ ഞാൻ മാറ്റപ്പെട്ടു. ദൈവമക്കളെ, അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഞങ്ങൾ നാട്ടിൽ വന്നു. 2016 ഏപ്രിൽ മാസം 26-ാം തീയതി എൻ്റെ ജന്മസ്ഥലമായ ഹല്ലേലൂയ സ്തോത്രം ചെന്നിത്തലയിലെത്തി. അവിടെ വെച്ച് അന്ന് രാത്രി കർത്താവ് എന്നോട് വ്യക്തമായി ഇടപെട്ടു. എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തും. ഈ മുറിക്കകത്ത് വെച്ചല്ല, പബ്ലിക്കിൽ വെച്ച് എഴുന്നേൽപ്പിച്ച് നടത്തും. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ ശബ്ദം എന്നെ ശക്തീകരിച്ചു, വിശ്വാസത്തിൽ ഉറപ്പിച്ചു. ഞങ്ങളുടെ ചർച്ച്, ഞാൻ കൂടുന്ന ചർച്ച് IPC പ്രയർ സെൻറ്റർ തിരുവല്ലയാണ്. IPC പ്രയർ സെൻറ്റർ രാജപൂവക്കാല പാസ്റ്ററായിരിക്കുന്ന ചർച്ചാണ് IPC പ്രയർ സെൻറ്റർ. ഞാൻ അവിടെയാണ് മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത്. ആ ചർച്ചിൽ അന്ന് എന്നെ രാവിലെ എടുത്താണ് കാറിൽ കയറ്റി എന്നെ കൊണ്ടുവന്നത്. ക്രച്ചസ് ഉപയോഗിച്ച് ആ ചെയറിൽ കൊണ്ടിരുത്തി. ദൈവമക്കളെ, അന്ന് സഭായവും തീരാറായപ്പോൾ കർത്താവിൻ്റെ ദാസൻ അല്പസമയം എനിക്ക് മെസ്സേജിന് സാക്ഷ്യത്തിന് സമയം നൽകി. അതിനുശേഷം ദൈവദാസനും സഭയെ എനിക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആശ്വാദം പറഞ്ഞ് സഭായോഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, ക്രച്ചസ് മാറ്റി നടക്കാൻ പറഞ്ഞു. ദൈവമക്കളെ, ആ 800-1000-ഓളം ആൾക്കാരിരിക്കുന്ന ഹോളിനകത്ത് ഞാൻ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ചു. ഡോക്ടർമാർ പറഞ്ഞ വാക്ക് തള്ളിക്കളഞ്ഞു. 1 കിലോ വെയിറ്റ് പോലും കാലെ കൊടുക്കല്ലേ എന്ന് ഡോക്ടർമാർ വിധി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് എൻ്റെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, കാല് കുത്തി നടക്കുക. എൻ്റെ കാലൊടിഞ്ഞു പോണേ പോട്ടെ, എൻ്റെ കാലിന് നട്ടുബോൾട്ട് പൊട്ടിപ്പോകട്ടെ, കാല് മുറിച്ച് കളയട്ടെ. എൻ്റെ കർത്താവ് പറഞ്ഞത് ഞാൻ അനുസരിക്കും. അങ്ങനെ ദൈവം പറഞ്ഞതനുസരിച്ചു. കാല് കുത്തിയപ്പോൾ വിശ്വാസത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തി, വിശ്വസിക്കുന്നതിനുള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എൻ്റെ മേൽ വ്യാപരിച്ചു. കാല് കുത്തുവാൻ കഴിയാത്ത എനിക്ക് കാല് കുത്തി 98 കിലോ ബോഡി വെയിറ്റ് ഉണ്ട്. ആ 98 കിലോ ബോഡി വെയിറ്റ് കുത്തി കാല് കുത്തി നടക്കുവാൻ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. അന്ന് പകൽക്കാലം രാവിലെ 7:30 എടുത്താണ് കാറെ കയറ്റിയെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ 1:30 സഭായം കഴിഞ്ഞ് വീട്ടിലെത്തിയത്, നടന്ന എൻ്റെ വീടിനകത്ത് കയറിയത്. ഇത് കെട്ടുകഥയല്ല, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കർത്താവ് എന്തു പറയുന്നോ അതനുസരിക്കാൻ തയ്യാറാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവപ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടും. ഇന്ന് ഈ കാലഘട്ടത്തിൽ അനേകം കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് എന്തു പറഞ്ഞാലും അനുസരിക്കണം. സൗഖ്യം നടക്കണോ, കർത്താവ് പറഞ്ഞ് അനുസരിക്കണം. അത്ഭുതങ്ങൾ നിന്റെ ശുശ്രൂഷ നടക്കണോ, കർത്താവ് പറഞ്ഞ് അനുസരിക്കണം. അല്ലാതെ ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ പഠിച്ച തിയോളജിയും തിയറിയൊക്കെ അവിടെ ഇരുന്നോട്ടെ, പക്ഷെ കർത്താവ് എന്തു പറയുന്നോ അനുസരിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. ദൈവമക്കളെ, അങ്ങനെ എന്നെ അന്ന് കർത്താവ് സൗഖ്യമാക്കി. അന്ന് രാത്രി കർത്താവ് ഇരിക്കുന്ന ദർശനമാണ് സൂയിസൈഡ്, ആത്മഹത്യ ചെയ്യുന്നവരെ ഞാൻ നിൻ്റെ അടുക്കലയക്കും, നീ അവരുടെ അടുക്കൽ ചെല്ലും, ഞാൻ അവരെ സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. എന്തു പറഞ്ഞാലും അനുസരിക്കും.
അനുസരിക്കാൻ റെഡിയാണോ, ദൈവം നിൻ്റെ മുന്നിൽ വിഷയങ്ങളെ കൊണ്ടിട്ട് തരും. ഓ ഹല്ലേലൂയ, നിൻ്റെ മുന്നിൽ എയിം കൊണ്ടിട്ട് തരും, ലക്ഷ്യം കൊണ്ടിട്ട് തരും. ഹല്ലേലൂയ, റെഡിയാണെങ്കിൽ. അല്ലാതെ ഉഴപ്പന്മാരെ കർത്താവിന് വേണ്ട. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ പറഞ്ഞു, കർത്താവ് ഞാൻ റെഡിയാ. അപ്പോൾ കർത്താവ് ഒരു കണ്ടീഷൻ വെച്ചു, ഞാൻ പറയുന്ന അനുസരിക്കണം. 2, ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കരുത്. എന്തെങ്കിലും നടക്കണോ, ആരോടും ആലോചന ചോദിക്കാൻ പോകരുത്. കർത്താവ് എന്തു പറയുന്നോ, നിൻ്റെ ഈ ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്ന കാര്യമല്ല കർത്താവ് സംസാരിക്കുന്നത്. നീ ഈ പൊട്ട ബുദ്ധിക്കകത്ത് കാൽക്കുലേറ്റ് ചെയ്താൽ അത് ഹല്ലേലൂയ പഠിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും നടക്കുന്നതല്ല. പക്ഷെ ദൈവം എന്തു പറയുന്നു അത് അനുസരിക്കാൻ തയ്യാറാകുക. സ്തോത്രം, ഹല്ലേലൂയ. അതാണ് ശിഷ്യന്മാർക്ക് കൊടുത്ത ഒന്നാമത്തെ പാഠം. ഒന്നാമത്തെ അത്ഭുതം എന്തായിരുന്നു? കാനാവിലെ കല്യാണത്തിന് വീഞ്ഞാക്കി. എന്താ കാര്യം എന്നറിയാമോ? വെള്ളം വീഞ്ഞാക്കി. എന്താ കാര്യം? അവിടെ ശിഷ്യന്മാരോട്, അവിടുത്തെ ബാല്യക്കാരോട് യേശുവിൻ്റെ അമ്മ വന്ന് പറയുന്നുണ്ട്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്തോണം. അതാണ് അതിൻ്റെ ബേസ്, അതാണ് അതിൻ്റെ ബേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, അതാണ് അതിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്തോണം. എങ്കിലേ അത്ഭുതം കാണത്തുള്ളൂ, എങ്കിലേ അസാധാരണമായ ദൈവപ്രവൃത്തി കാണത്തുള്ളൂ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഞാൻ പറയുന്നു, നിൻ്റെ ജീവിതത്തിൽ സാധാരണ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അസാധാരണമായി നീ ഇതിനെ കണ്ടിട്ടില്ലേ? കാണണോ? ഈ ദിവസങ്ങളിൽ അതിനെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവം എന്തു പറയുന്നോ അതനുസരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ അസാധാരണമായ ദൈവപ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും. നീ കാണുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ഒന്നാമത്തെ പാഠം. പാഠം 1, എന്ത് കർത്താവ് കൽപ്പിച്ചാലും അത് ചെയ്യുക. അതായിരുന്നു ശിഷ്യന്മാർക്ക് കൈമാറിയ ഒന്നാമത്തെ പാഠം. ഈ ദിവസങ്ങളിൽ അതായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ പാഠം. എനിക്ക് കർത്താവ് കൈമാറിയതാണ്, ഞാൻ പറയുന്ന അനുസരിക്കണം. 2, ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കരുത്. ഞാൻ പറഞ്ഞു, കർത്താവ് റെഡിയാണ്. അന്ന് രാത്രി എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കാണിച്ച ഒരു ദർശനമുണ്ട്. ഒരു വലിയ ബോർഡ് എന്നെ കർത്താവ് കാണിച്ചിരുന്നു. ആത്മഹത്യ അരുതേ, അത് പാപമാണ്. മരണത്താൽ ജീവിതം അവസാനിക്കുന്നില്ല. യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. ഈ ബോർഡ് കാണിച്ചിട്ട് കർത്താവിനോട് സംസാരിച്ച്, ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ ഒരു ശുശ്രൂഷ ഇതാണെന്ന്. അങ്ങനെയാണ് എന്നോട് പറഞ്ഞ് കർത്താവ് പറഞ്ഞു, ഈ ബോർഡ് നിൻ്റെ വീടിൻ്റെ മുകളിൽ ഇന്നേക്ക് 3 ദിവസം തികയുന്നതിന് മുമ്പ് വെച്ചിരിക്കണം. എനിക്ക് ആദ്യത്തെ ടാസ്ക് കർത്താവ് തന്നതാണ്. ആദ്യത്തെ ടാസ്ക് ഈ ഞാൻ നിന്നെ കാണിച്ച ബോർഡ്, അതിൻ്റെ വലിപ്പം ഒട്ടും കുറയ്ക്കരുത്. അതേ വലിപ്പത്തിൽ ഞാൻ പറഞ്ഞ ദിവസം ഇന്ന് മുതൽ 3 ദിവസം തികയുന്നതിന് മുമ്പേ ഈ ബോർഡ് നിൻ്റെ വീടിൻ്റെ മുകളിൽ വെച്ചിരിക്കണം. ദൈവമക്കളെ, ഈ കാര്യം ആരോടും ഞാൻ അഭിപ്രായം ചോദിച്ചില്ല. എനിക്ക് പിറ്റേ ദിവസം എനിക്ക് നടക്കാൻ കഴിയും. എന്നെ കർത്താവ് സൗഖ്യമാക്കി. സ്കൂട്ടർ ഉപയോഗിച്ച് ഞാൻ വണ്ടി ഓടിച്ചു പോയി. ഞാൻ ചെന്നിട്ട് ഈ ബോർഡിനുള്ള കാര്യങ്ങൾ ഓർഡർ കൊടുത്തു. 8 അടി നീളം, 4 അടി വീതിയുള്ള മെറ്റൽ ബോർഡ്, തുരുമ്പിക്കാത്ത ബോർഡിനകത്ത് പ്രൈമർ അടിച്ച് ഫിറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി ദൈവമക്കളെ അത് എഴുന്നേർത്ത് കൊടുത്തു. 3-ാം ദിവസം ബുധനാഴ്ച വൈകിട്ട് 7 മണിയായപ്പോൾ ഈ ബോർഡ് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ലോറിയെ കൊണ്ട് നിർത്തി. അപ്പോഴെൻ്റെ ഭാര്യ പോലും കാണുന്നു. ആരോടും അഭിപ്രായം ചോദിക്കാൻ പോകരുത്. ചോദിച്ചാൽ ചിലപ്പോൾ ദൈവപ്രവൃത്തി തടയപ്പെടും. അന്ന് രാത്രി ആ ബോർഡ് ഫിറ്റ് ചെയ്തു. വൈകിട്ട് 8:30 ആയപ്പോൾ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആരോ ഗേറ്റിൽ കുലുക്കുന്ന ഒരു ശബ്ദം. വിളിക്കുന്നു, അച്ചായോ അച്ചായോ എന്ന് വിളിക്കുന്നു. ഞാൻ പെട്ടെന്ന് ജനലിൽ കൂടെ നോക്കി, ആരാണ്? അതൊരു ഫാമിലിയാണ്. ഞാൻ ഓടിച്ചെന്നു. എന്ത് വേണം? ആരെ കാണാനാണ്? അച്ഛാ, ഇത് തുറക്കാവോ? ഗേറ്റ് ലോക്ക്. ഞാൻ ഗേറ്റ് തുറന്നു. അവരെ കൊണ്ട് അകത്തിരുത്തി. ഞാൻ അവരോട് സംസാരിച്ചു. ആ പുള്ളിക്കാരൻ സൗദി അറേബ്യയിൽ ജോലിയായിരുന്നു. അദ്ദേഹത്തെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന മനുഷ്യനാണ്. വളരെ കഷ്ടപ്പെട്ട് ഒരു വീട് വെച്ചത് പലിശയ്ക്ക് കടമെടുത്താണ്. ആ പലിശ കയറി വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. പ്രൈവറ്റ് ബാങ്കുകാർ വന്നിട്ട് അത് ഉപദ്രവിക്കാൻ തുടങ്ങി. അവരെ രാത്രി 12 മണിക്കും 1 മണിക്കും വന്ന് ഗുണ്ടകൾ അവരെ ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ പീഡിതം സഹിക്കാൻ വയ്യ. 6 മാസമായിട്ട് അവർ വളരെ പീഡനത്തിലാണ്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്തു, ഒരു കാര്യമില്ല. അങ്ങനെ വല്ലാതെ തകർന്നിരിക്കുന്ന ആ കുടുംബം എന്നോട് പറഞ്ഞു, സാറേ, ഞങ്ങൾ അല്പം കാശ് കടം മേടിക്കാൻ എടുത്ത് പോയതാ, കിട്ടിയില്ല. ഞങ്ങളത് കിട്ടാതെ വന്നപ്പോൾ ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളുടെ ഈ 5 വയസ്സുള്ള കുഞ്ഞിന് വിഷം കൊടുത്തിട്ട് ഞങ്ങൾ 2 പേരും കെട്ടിഞ്ഞാന്ന് മരിക്കുക, ആത്മഹത്യ ചെയ്യുക എന്നുള്ള തീരുമാനത്തോടു കൂടി വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരമുള്ള ഒരു വീട്ടിലെ ഒരു ബ്രദറാണ്, ഒരു സഹോദരനും സഹോദരിയും കുഞ്ഞുമാണ് ഈ വന്നിരിക്കുന്നത്. അവർ മറ്റൊരു ജാതിയിൽപ്പെട്ട വ്യക്തിയാണ്. അവർ തിരിച്ച് വീട്ടിലോട്ട് പോകുക. എന്തിനാ? അന്ന് രാത്രി മരിക്കാൻ. അങ്ങനെയാണ് അവരുടെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നു, ആത്മഹത്യ അരുതേ, അത് പാപമാണ്. മരണത്താൽ ജീവിതം അവസാനിക്കുന്നില്ല. യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. ഇത് കണ്ടുകൊണ്ടാണ് അവർ വീടിനകത്ത് ഓടിക്കയറി വന്നത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരിൽ വ്യാപരിച്ചിരുന്ന ഈവിൾ സ്പിരിറ്റ്, ആത്മഹത്യ സ്പിരിറ്റ് വിട്ടുമാറി അവർ സൗഖ്യമായി. അവർ പുറത്തു വന്ന്, ഞാൻ ധൈര്യമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കൂ, കർത്താവ് നിങ്ങളുടെ കാര്യം ഏറ്റെടുത്ത് പറഞ്ഞു. എനിക്ക് നിങ്ങളെ അറിയത്തില്ല, നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല, പക്ഷെ നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തു. ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ
ആ സഹോദരൻ വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം 12 മണിയായപ്പോൾ അദ്ദേഹത്തിന് മറുപടി കിട്ടി. എന്നറിയാമോ? അദ്ദേഹത്തിന് സൗദി അറേബ്യയിലെ ലോക്കൽ അറബി അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു, മടങ്ങി വരാൻ പറഞ്ഞു. ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരം അയച്ചു. ഞാനിത് പറയാൻ കാര്യം, ദൈവം പറയുന്നതനുസരിച്ചാൽ ആയിരക്കണക്കിന് ആൾക്കാർ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കും. ആയിരക്കണക്കിന് ആൾക്കാരെ തീന്ന് വലിച്ചെടുക്കാൻ നമുക്ക് കഴിയും. പക്ഷെ കർത്താവ് പറയുന്നതനുസരിക്കണം. മറ്റുള്ളവർ കാണിച്ച പാറ്റേൺ അല്ല നമുക്ക് വേണ്ടത്. ദൈവം എന്താണ് എന്നോട് കൽപ്പിക്കുന്നത് അതെനിക്ക് വേണം. പൗലോസിന് കൂടുതൽ ശുശ്രൂഷ അല്ലായിരുന്നു പത്രോസിനുള്ളത് അല്ലായിരുന്നു ബർന്നബാസിന്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിൽ ദൈവം കാര്യങ്ങൾ ഏൽപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്നെ എന്താണ് കർത്താവെ പരമേൽപ്പിക്കുന്നതെന്ന് ചോദിച്ച് ദൈവത്തോട് ചോദിക്കാൻ തയ്യാറാണോ? ദൈവം നിങ്ങളെയും പരമേൽപ്പിക്കും. ഞാൻ ഇനി ടെസ്റ്റ് മണികളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ 7 വർഷമായി ഹോപ്പ് മിഷൻ ഇന്ത്യ എന്ന ടീം കേരളത്തിൽ ആത്മഹത്യക്കെതിരെ, ഡിപ്രഷനെതിരെ, ലഹരികൾക്കെതിരെ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന്, മദ്യലഹരിക്കെതിരെ കൗൺസിലിംഗ് മീറ്റിങ്ങുകളും ഓപ്പറേറ്റിംഗ് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമോ, കഴിഞ്ഞ 6.5 വർഷം കൊണ്ട് 2500 മീറ്റിംഗ് കേരളത്തിൽ നടത്തുവാൻ കർത്താവ് ഇടയാക്കി. 10,000 ചില്ലുവാനും ആൾക്കാരെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ സർവ്വകുറുവാലുവായ ദൈവം ഇടയാക്കി. സകല മാനവും മഹത്വവും കർത്താവിന്. ഞങ്ങളുടെ കഴിവൊന്നുമല്ല, ഒറ്റ കാര്യം, കർത്താവ് എന്തു പറഞ്ഞോ ഞങ്ങൾ അനുസരിച്ചു, അല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞാൻ ഈ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു സാക്ഷ്യം. ഇത് ഒത്തിരി വലിയ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഇതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം കർത്താവിൻ്റെ കൃപ, അല്ലാതെ പുകഴുവാനൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ വചനമെടുക്കാൻ ദൈവം ഒരു യോഗ്യതയില്ലാതെ എന്നെ കർത്താവ് വേർതിരിച്ചു. അതാണ് ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ, ഏറ്റവും വലിയ സൗഭാഗ്യാവസ്ഥ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, നമുക്ക് ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം. ഗലാത്യ ലേഖനം, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കപ്പെടുകയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അനേകരുടെ ഏറ്റവും വലിയ വിഷയം അവർക്ക് ജയിക്കാൻ കഴിയുന്നില്ല. അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. സ്വഭാവങ്ങളെ ജയിക്കാൻ കഴിയുന്നില്ല. ഇതിൻ്റെ എല്ലാം കാരണം എന്താണ്? ഞായറാഴ്ച സഭായോഗത്തിന് പോയാൽ ജയിക്കാൻ പറ്റുമോ? 1 മണിക്കൂർ പാട്ട് പാടിയാൽ ജയിക്കാൻ കഴിയുമോ? ഇനിയിപ്പോൾ 3 അധ്യായം അടുപ്പിച്ച് വായിച്ച് നിർത്താൻ ജയിക്കാൻ കഴിയുമോ? പ്രിയ ദൈവമക്കളെ, വചനം, തിരുവെഴുത്തുകളെ അറിയാത്തതുകൊണ്ട് ഞാൻ തെറ്റിപ്പോവുകയാണ്. ഈ പാപ സ്വഭാവത്തെ ജയിച്ച് വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം ചെയ്തെങ്കിൽ മാത്രമേ നിത്യതയിലെത്താൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ആൾക്കാർ എന്തെല്ലാം പറഞ്ഞ് എളുപ്പവഴി ഉണ്ടാക്കിക്കോട്ടെ, ഇതൊക്കെ ആൾക്കാർ സോപ്പിടാൻ പലതും പറയും. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, നിത്യത എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് വെച്ചിരിക്കുന്നത്, ഞാൻ ആ ഒരു വാക്യം വായിച്ചത് ഇങ്ങോട്ട് മുന്നോട്ട് പോകാം. ഇവിടെ ജഡത്തിൻ്റെ മോഹങ്ങളെ നമ്മൾ ജയിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയാമോ? അതിൻ്റെ 21-ാമത്തെ വാക്യം എഴുതി വെച്ചിരിക്കുകയാണ്. മുതലായവ എന്ന് പറഞ്ഞാൽ അസൂയ, മദ്യപാനം, വെറുക്കുത്ത മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഏതൊരു കാര്യം രണ്ടാമത് എടുത്തു പറയണം എന്നുണ്ടെങ്കിൽ അത്ര സീരിയസ് ആയ കാര്യമായതുകൊണ്ടാണ്. സീരിയസ്നെസ് ഇല്ലാത്ത കാര്യം രണ്ടാമത് എടുത്തു പറയത്തില്ല. പരിശുദ്ധാത്മാവ് വീണ്ടും ഓർപ്പിക്കുകയാണ്, ഈ വക പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ താലോലിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നമ്മൾ ഇറങ്ങിത്തിരിച്ചത് വെറുതെ ആയി പോകരുത്. പ്രൈസ് ദി ലോർഡ്. അതിന് ദൃഷ്ടാന്തമായ കർത്താവ് പലതും എഴുതി വെച്ചിട്ടുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ജനം വീണ്ടെടുക്കപ്പെട്ട ജനം അവിടുന്ന് വെടിവിച്ച് മോശയുടെ നേതൃത്വത്തിൽ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് അവരെ എല്ലാം കൊണ്ടുപോയത്. പക്ഷേ വഴിയിൽ അവരുടെ പിറുവിറുപ്പ് നിമിത്തം, വഴിവിട്ട അവരുടെ ജീവിത നിമിത്തം, ദൈവത്തോട് മത്സരിച്ചതിന് നിമിത്തം, ദ്രവ്യാഗ്രികളായിരുന്നത് കൊണ്ട്, പിറുവിറുത്തത് കൊണ്ട് അവര് പറഞ്ഞാൽ ഭൂരിപക്ഷം ആൾക്കാർ പട്ടുപോയി. അവർ മരുഭൂമി പട്ടുപോയി. നമുക്ക് അത് തിരുവെഴുത്തുകൾ എഴുതി വെച്ചിരിക്കുക. എന്തിനെന്നറിയാമോ? ഇത് നമുക്കൊരു പാഠമാകാൻ. വാണിംഗ്. റോഡിലൊക്കെ വാണിംഗ് സൈൻ വെച്ചിരിക്കുന്നത് പോലെ ദൈവവചനത്തിൽ വാണിംഗ് സൈൻ വെച്ചിരിക്കുക.
പട്ടുപോയ കാര്യം കാണിച്ചിരിക്കുക. ഇറങ്ങിത്തിരിച്ചു, ശരിയാ. വിളിച്ചിറക്കി, ശരിയാ. നിങ്ങൾ മന്ന കഴിച്ചു, ശരിയാ. നിങ്ങൾ മരുഭൂമിയിൽ കൂടെ ചെങ്കടൽ കടന്നു, ശരിയാ. നിങ്ങൾ പാറയിലെ വെള്ളം കുടിച്ചു, ഇതെല്ലാം ശരിയാ. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് അക്കരെ നാട്ടിൽ എത്തണമെന്നില്ല. വീട് കിട്ടി, കാറ് കിട്ടി, കുഞ്ഞുങ്ങൾ ഗൾഫിൽ പോയി, അമേരിക്കയിൽ പോയി, നല്ല കുഞ്ഞുങ്ങളെ തന്നു, ഇതെല്ലാം ശരിയാണ്. പക്ഷെ ജീവിതം ശരിയല്ലെങ്കിൽ, ജീവിതം വിശുദ്ധിയോടെ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ, ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നില്ല, ദൈവത്തെ കളിപ്പിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ ഒരു കാരണവശാലും നിത്യത എത്തത്തില്ല. ഇനി ആർക്കെങ്കിലും കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ, ഞാനതിനെതിരല്ല. ഞാൻ ദൈവമക്കളോട് പറയട്ടെ, വഞ്ചിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. പുതിയ സുവിശേഷം, മറ്റൊരു സുവിശേഷം, മറ്റൊരാത്മാവ്, മറ്റൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന കാലഘട്ടമായത്. വഞ്ചിക്കപ്പെടരുത്. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല, മാറ്റമില്ല, മാറ്റമില്ല. ആരും അതിനെ കോട്ടണ്ട. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലാകണമെന്ന. കട്ടിയായ ആഹാരം ഭക്ഷിക്കണം, പക്ഷെ ശിശുക്കളെ പോലാകണം. പാല് കുടിച്ചുകൊണ്ട് ശിശുക്കളെ പോലെ ആയിരിക്കണം എന്നല്ല പറയുന്നത്. നിങ്ങൾ കട്ടിയായ ആഹാരം ഭക്ഷിച്ചിട്ട് ശിശുക്കളെ പോലെ ജീവിക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ദൈവമക്കളെ, വഞ്ചിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. ഈ ദിവസങ്ങളെ മനസ്സിലാക്കണം. നമ്മൾ വചനം പറയുന്നതനുസരിച്ച് ജീവിച്ചേ പറ്റത്തുള്ളൂ. ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ജഡത്തിൻ്റെ മോഹങ്ങളുമേ ജയമെടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ക്രിസ്ത്യ ജീവിതം ജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത്. വളരെ വളരെ നിങ്ങളോട് വളരെ ഓപ്പണായിട്ട് പറയുകയാണ് ദൈവമക്കളെ, ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലാത്തവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായി ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല എങ്കിൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ക്രിസ്തീയ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഓക്സിജൻ ഇല്ലാതൊരു മനുഷ്യന് ജീവിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് പോലെ ക്രിസ്തീയ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവെന്ന അത്യന്തമായ ശക്തി നമ്മളിൽ കാര്യസ്ഥനായിട്ട് ഇറങ്ങി വന്ന് കാര്യങ്ങൾ നടത്തണം. എങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റത്തുള്ളൂ. അതില്ലാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ജയിക്കാൻ കഴിയാത്തത്. അപ്പോൾ ഒരു സംശയം തോന്നാം, ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വ്യക്തിയാണ്, പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രാപിച്ച വ്യക്തിയാണ്. അതിന് പലപ്പോഴും നമ്മൾ തെളിവായി പറയുന്ന അന്യഭാഷയാണ്. ഞാൻ അന്യഭാഷ പറയുന്നുണ്ട് പാസ്റ്റർ, അന്യഭാഷയൊക്കെ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. അന്യഭാഷ പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് വേറെ ഭാഷ പറയരുത്. അന്യഭാഷ പറഞ്ഞിട്ട് നിന്റെ കൂട്ടു സഹോദരനെ സ്നേഹിക്കാൻ കഴിയാതെ വരരുത്. അന്യഭാഷ പറഞ്ഞിട്ട് അയൽവക്കക്കാരനോട് കേസ് കൊടുക്കാൻ പോകരുത്. അപ്പോൾ നിന്നെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ഏതാണെന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരും. അന്യഭാഷ പറയുന്ന വാക്കുകൊണ്ട് വീട്ടിലും അന്യഭാഷ പറയണം, നാട്ടിലും അന്യഭാഷ പറയണം, സ്കൂളിലും കോളേജിലും അന്യഭാഷ പറയണം. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് സഭയ്ക്കകത്ത് കയറുമ്പോൾ ചെല്ലുമ്പം അകത്തോട്ട് കയറുന്ന സാധനമല്ലത്. 24/7 24 മണിക്കൂർ നമ്മുടെ അകത്ത് വസിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ്. നീ കോളേജിൽ പോകുമ്പോൾ, നീ സ്കൂളിൽ പോകുമ്പോൾ, നീ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ സഹോദര, നിന്റെ വീട്ടിലായിരിക്കുമ്പോൾ, നീ ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ട്. നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ടെന്ന്. പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഒരാൾക്കെതിരെ കേസ് കൊടുക്കാൻ കഴിയും? എങ്ങനെ ഒരാളെ ദുഷിച്ച് സംസാരിക്കാൻ കഴിയും? എങ്ങനെ ഒരാളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കാൻ കഴിയും? എങ്ങനെ ഒരാൾക്ക് നേരെ ആവശ്യമില്ലാത്ത വാക്കുകൾ നുണപ്രചരണം നടത്താൻ കഴിയും? അപ്പോൾ അന്യഭാഷ പറയുന്ന വാക്കുകൊണ്ട് നുണപ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യാപരിക്കുന്ന ആത്മാവ് ദുരാത്മാവെന്ന് ഞാൻ പറയും. പ്രൈസ് ദി ലോർഡ്. രണ്ടോട് ഓരോ ഉറവയിൽ കൂടെ വരുത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അശുദ്ധാത്മാവിടെ ഓരോ ഉറവയിൽ കൂടെ വരുത്തില്ല. രണ്ടും നിന്നിൽ കാണുന്നുണ്ടെങ്കിൽ ഓർത്തോണം, കൂടെ ഉള്ളത് രണ്ടും പിശാചാണ്. ഒന്ന് പരിശുദ്ധാത്മാവ്, മറ്റു ദുരാത്മാവും അല്ല. രണ്ടോട് ഒന്നിച്ച് നിൽക്കത്തില്ല ഒരിക്കലും. അവിടെ നീ വീടിനകത്ത് അല്ലാത്ത ഭാഷ പറഞ്ഞിട്ട് സഭയിൽ പോയി അന്യഭാഷ പറയുന്നുണ്ടെങ്കിൽ നിന്നിൽ വ്യാപരിക്കുന്നത്, നിന്നെ കൊണ്ട് അന്യഭാഷ പറയിപ്പിക്കുന്നത് പിശാചാണ്.
പക്ഷെ അകത്തും പുറത്തും നീ അന്യഭാഷ പറയുന്നുണ്ടെങ്കിൽ നിന്റെ വ്യാപരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണ്. അത് സ്വഭാവത്തിൽ പുറത്തു വരും. അന്യഭാഷ മാത്രം പോരാ. അന്യഭാഷ പറഞ്ഞു, പ്രവചിച്ചു, എന്തൊക്കെ പറയാൻ പറ്റും പറഞ്ഞു. പക്ഷേ മാതൃകയുള്ളൊരു ജീവിതം, നമ്മുടെ ഫലം പുറത്തു വരുന്നത് മറ്റുള്ളവർ രുചിച്ചു പറയുകയാണ്, അയ്യോ ഇവനെ കണ്ടപ്പോൾ ഇങ്ങനല്ല, ഇവനോട് അടുത്ത് സംസാരിച്ചപ്പോൾ ഇവൻ ആൾ വളരെ മോശമാണല്ലോ, 1 മണിക്കൂർ നിന്ന് വചനം സംസാരിക്കുന്നവനാ, ഞാൻ നേരിട്ട് അടുത്തെടുത്തപ്പോഴാ മനസ്സിലായേ ഈ മനുഷ്യൻ വല്ലാത്തൊരു മനുഷ്യനാണല്ലോ എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ? അതിൻ്റെ അർത്ഥം അവനിൽ ഫലം വേറെയുണ്ട്. ആർട്ടിഫിഷ്യൽ ഫലം വെച്ചാണ് അവൻ വചനം വെച്ച് കളിക്കുന്നത്. യഥാർത്ഥ ഫലം കഴിക്കുന്നതാണ്. അതുണ്ടാകാൻ പാടില്ല. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ആത്മാവിൽ ജീവിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ആത്മാവിൽ ജീവിക്കുന്നവർക്ക് പലപ്പോഴും ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്ന എന്താ കാര്യം? അത് നമ്മൾ ആ ഗലാത്യ ലേഖനത്തിൻ്റെ ആ വാക്യമുണ്ട്, ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ 26-ാമത്തെ വാക്യം ഞാനത് വായിക്കട്ടെ. ഗലാത്യ ലേഖനം 5-ന്റെ 25-26. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ഒന്നുകൂടെ പറയുന്നു, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയ കൊണ്ടും വൃദ്ധാപമാനികളാകരുത്. പോരിന് വിളിക്കുകയും അന്യോന്യം അസൂയപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ആത്മാവിനാൽ ജീവിക്കുന്നുണ്ട് പലപ്പോഴും, പക്ഷെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നില്ല. ആത്മാവിനാൽ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആത്മാവിനാൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കയറി വരുമ്പോൾ അത് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവ് പറയുന്ന അനുസരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാവ് അങ്ങോട്ട് ഇതിനു വേണ്ടി ചലിക്കുമ്പോൾ നാവെ കയറി പരിശുദ്ധാത്മാവ് പിടിക്കത്തില്ല. നിന്റെ കൈ ഒരു വക്രത ചെയ്യാൻ കൈ വെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കയറി കയ്യെ പിടിക്കത്തില്ല. പിന്നെങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത്? പരിശുദ്ധാത്മാവ് ഇതിനെ നിയന്ത്രിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മൈൻഡിനോട് സംസാരിക്കും, ജഡത്തിനോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് ഇടപെടും. നോ, നീ അങ്ങനെ സംസാരിക്കരുത്, നീ അങ്ങോട്ട് പോകരുത്. അതാ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. അല്ലാതെ നമ്മൾ പാപം ചെയ്യാൻ പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യെ കയറി പിടിക്കത്തില്ല ആത്മാവ്. നമ്മുടെ ദേഹിയോട്, നമ്മുടെ ജഡത്തോട് ആത്മാവിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. നമ്മുടെ ആത്മാവിനോട് ഇടപെടും പരിശുദ്ധാത്മാവ്. നോ, നീ ഒരു ദൈവപൈതല, നീ കഴിഞ്ഞ ദിവസം ആത്മാവിനെ പ്രാപിച്ച വ്യക്തിയാണ്, നീ കഴിഞ്ഞ ദിവസം എനിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവെന്ന അച്ചാരം നമ്മുടെ മേൽ ഇട്ടിരിക്കുന്നത് ദൈവം കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതിൻ്റെ ഏറ്റവും വലിയ തെളിവായത്. നമ്മൾ നമുക്കുള്ളവരല്ല, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മൾ ആത്മാവിന് വേണ്ടി എഴുതി കൊടുത്തു, ദൈവത്തിന് വേണ്ടി നമ്മളെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചേരിട്ട് നമ്മളിൽ ഇരിക്കാൻ പാടില്ല. നമ്മുടെ കൺട്രോൾ നമ്മളിൽ നിന്ന് പോയി. നമ്മൾ ഇറങ്ങിക്കൊടുക്കുക. എങ്ങനെ ഇറങ്ങിക്കൊടുക്കാൻ ഉടമ്പടി എന്താണ്? ഒരു മിനിസ്റ്ററായിട്ട് ഒരാളെ അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം എഴുന്നൊരു സത്യവാങ് പറയുന്നുണ്ട്. സത്യവാങ് കണ്ടിട്ടില്ലേ? ഞാൻ സാമുവൽ ജേക്കബ്, അല്ലെ ഞാൻ സാം ചെന്നിത്തല എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നു മുതൽ യേശു ക്രിസ്തുവിൻ്റെ വകയാണ്, എൻ്റെ കർത്താവും ദൈവവും യേശു ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് രക്ഷിതാവായി സ്വീകരിച്ചൊരു ദിവസമില്ലേ? അതാ കൈമാറ്റം ചെയ്ത ദിവസം. നമ്മളെ കൈമാറ്റം ചെയ്ത ദിവസമാണ്. നമ്മൾ ചെയറിൽ നിന്ന് ഇറങ്ങിക്കൊടുത്തു, നമ്മൾ മാറിയിട്ട് യേശു കർത്താവിന് നമ്മളെ വിട്ടുകൊടുത്തു. കർത്താവ് കയറിയിരുന്നു. ഇന്ന് കർത്താവ് കയറി ഇരിപ്പുണ്ടോ? പരിശുദ്ധാത്മാവാണോ കൺട്രോൾ ചെയ്യുന്നത്? നമ്മൾ തന്നെയല്ലേ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ നിയമലംഘനം നടത്തി ജീവിക്കുക. നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല ഇതുവരെ. ദൈവം പേ ചെയ്തു, നമുക്ക് വേണ്ടി പേ ചെയ്തു, പക്ഷേ നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് വളരെ ഹമ്പിളായിട്ട് പറയട്ടെ, ക്രിസ്തീയ ജീവിതം വില കൊടുക്കേണ്ട ജീവിതമാണ്. വില കൊടുത്തേ പറ്റത്തുള്ളൂ. പല സുഖിപ്പിക്കുന്ന കാര്യങ്ങളോട് നോ പറയേണ്ടി വരും. കണ്ണിനിമ്പകരമായ കാര്യങ്ങൾ കണ്ണടക്കേണ്ടി വരും. ചിന്തിക്കുമ്പോൾ നല്ല ചിന്ത, സന്തോഷമുണ്ടാകുന്ന ചിന്തകൾ മൈൻഡിൽ നിന്ന് ഔട്ട് ചെയ്യേണ്ടി വരും. ക്രിസ്ത്യ ജീവിതം ഈസി അല്ല. ക്രിസ്ത്യ ജീവിതം
സന്തോഷകരമായി മുന്നോട്ട് പോകണോ? പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിച്ച് ജീവിക്കണം. ജഡത്തിൻ്റെ മോഹങ്ങളെ മരിപ്പിക്കണം. എന്ത് ചെയ്യണം? നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മാവിൽ ജീവിച്ചാൽ മാത്രം പോരാ. ആത്മാവിൽ ജീവിക്കുന്നവരാ മുഴുവൻ. ഞാനിപ്പോൾ കാണുന്നത് മിക്കവരും ആത്മാവിൽ ജീവിക്കുന്നവരാ. അന്യഭാഷ പറയുന്നുണ്ട്, സ്തോത്രം പറയുന്നുണ്ട്, പ്രവചിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, കാര്യമെല്ലാം ശരിയാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിക്കുന്നില്ല. ഒരു കാര്യമില്ല. ഞാൻ എത്ര ആത്മപൂർണനായാലും ആത്മസ്നാനം പ്രാപിച്ച വ്യക്തിയാണെങ്കിലും പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിക്കാത്രത്തോളം കാലം എന്നെക്കൊണ്ട് ഒരു കാര്യം ദൈവത്തിന് ചെയ്യാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാരെയൊക്കെ കർത്താവ് ഉപയോഗിച്ച് എങ്ങനെ? അപ്പോസ്തലന്മാരെയൊക്കെ കർത്താവ് ഉപയോഗിച്ചത് അവർ പോകാൻ പറഞ്ഞപ്പോൾ പോയി, പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ പോയില്ല, കൈവെക്കാൻ പറഞ്ഞപ്പോൾ കൈവച്ചു, നോക്കാൻ പറഞ്ഞപ്പോൾ നോക്കി. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് എന്തോ പറയുന്നു അതനുസരിക്കണം. എനിക്ക് 100 അനുഭവങ്ങൾ പറയാനുണ്ട്. അതൊക്കെ പറയാൻ പോയാൽ നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അതേപോലെ പിന്നെ സമയം മുന്നോട്ട് പോകും. മറ്റ് പ്രോഗ്രാം ഉള്ളതാണ്, ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ സമയം കളയാനില്ല. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി കർത്താവ് എന്തു പറയുന്നത് അനുസരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കും. ഞങ്ങളുടെയൊക്കെ ലൈഫിൽ അങ്ങനെ ഞങ്ങൾ ഓരോ ദിവസവും കർത്താവ് പറയുന്ന അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ആത്മാവ് പറയുന്ന അനുസരിക്കുമ്പോൾ നമ്മുടെ ജഡത്തിൻ്റെ മോഹങ്ങൾ നമ്മളിൽ നിന്ന് കുറച്ച് മരിക്കാൻ തുടങ്ങും. ഇത് ഒറ്റ ദിവസം കൊണ്ടൊന്നും മരിക്കത്തില്ല. വിശുദ്ധ ജീവിതം ഒറ്റ ദിവസം കൊണ്ടൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ കഴിയത്തില്ല. ദൈവമക്കളെ, ഞാൻ വീണ്ടും ഞങ്ങളോട് പറയുന്നു, ഇന്ന് രാത്രി കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പിശാച് അങ്ങ് ഇറങ്ങിപ്പോയി, പാവം ഇറങ്ങിപ്പോയി, നമ്മളെല്ലാം അങ്ങ് ക്ലിയർ. പാപം ക്ഷമിച്ചു, നമ്മുടെ പാവം എല്ലാം കർത്താവ് ക്ഷമിച്ചു, കാര്യമെല്ലാം ശരിയാണ്. പക്ഷേ നമുക്ക് അന്ന് മുതൽ പുതിയ വർക്ക് ആരംഭിക്കുക. എന്നറിയാമോ? ഈ പാപത്തെ ജയിക്കാനുള്ള ദൈവകൃപ നമ്മുടെ പകർന്നിരിക്കുക. നമ്മളതിനെ അങ്ങോട്ട് ജയിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഇന്ന് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, വളരെ സന്തോഷത്തിൽ വീട്ടിൽ വന്നപ്പോൾ വേണ്ട കേൾക്കാൻ പാടില്ലാത്ത കാര്യം പെട്ടെന്ന് കേൾക്കുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം ഉണ്ടാകുന്ന കാര്യമാണ് കേട്ടത്. പെട്ടെന്ന് ദേഷ്യം ഉണ്ടായി. അപ്പം ഞാൻ വിചാരിക്കും, ദൈവമേ, ഞാൻ ആത്മാവിനെ പ്രാപിച്ച വ്യക്തിയാണെങ്കിലോ എനിക്ക് ദേഷ്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നല്ലോ, പിന്നെ അങ്ങനെ എനിക്ക് ദേഷ്യം ഉണ്ടായേ? പ്രിയ ദൈവമക്കളെ, നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത്. ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ നിത്യത നഷ്ടപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജഡം നമുക്ക് തന്നുകൊണ്ടിരിക്കും. നമ്മുടെ ജഡം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങോട്ട് പോകാൻ. നമ്മുടെ ജഡം നമ്മളെ തിരിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് നോക്കുന്നത്. നമ്മുടെ ജഡത്തെ നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മുടെ ശരീരത്തിന് ദേഹിയെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെ പിശാചിനോട് പോരാടാൻ പോകരുത്. നമ്മുടെ സ്വന്തം ശരീരത്തെ പിടിച്ചു കെട്ടാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പുറത്തു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ആദ്യം നമ്മൾ പ്രാപിച്ചെടുക്കേണ്ട കൃപ ഈ വചനത്തിൽ പറയുന്ന പോലെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ നിന്റെ ജഡത്തിൻ്റെ മോഹങ്ങളെ പിടിച്ചു കെട്ടാൻ കഴിയും. നീ ജഡത്തിൻ്റെ മോഹത്തെ പിടിച്ചു കെട്ടാൻ തുടങ്ങിക്കഴിയുമ്പോൾ നിന്നിൽ വിശുദ്ധ ജീവിതം ആരംഭിക്കും. സ്തോത്രം. നിനക്ക് തന്നെ പ്രാഗൽഭ്യം ഉണ്ടാവും. എൻ്റെ യേശു എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ ഇന്ന് കർത്താവ് വന്നാൽ പോകും. സ്തോത്രം. യേശു വന്നാൽ ഞാൻ പോകും എന്നുള്ള ആ സന്തോഷമുണ്ടല്ലോ, പിശാചിൻ്റെ അടിത്തറ ഇളക്കും. രോഗബന്ധനങ്ങൾ മാറിപ്പോകും. പൈശാചിക കോട്ടകൾ തകരാൻ തുടങ്ങും. നിന്റെ മുന്നിൽ നീ ഒരു പവറോസായി മാറുക. പവറോസ്. സ്തോത്രം. ആത്മാവിൻ്റെ അത്യന്ത ശക്തി ഇന്ന് വരെ ആണെന്ന് എഴുതി കുറിച്ചിട്ടില്ല. ഈ അത്യന്ത ശക്തി വ്യാപരിക്കണമോ? നിന്റെ കണ്ണ് വിശുദ്ധമായിരിക്കണം, നിന്റെ കൈകൾ വിശുദ്ധമായിരിക്കണം, നിന്റെ തലച്ചോറ് വിശുദ്ധമായിരിക്കണം. എങ്കിലേ ദർശനം വെളിപ്പാടൊക്കെ കാണത്തുള്ളൂ. 24 hours അതുവിധം ചിന്തിച്ച് ആവശ്യമില്ലാത്ത ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളും ചിന്തിച്ച് മറ്റുള്ളവരെ കുറിച്ച് അസൂയം ചിന്തിച്ച് പരദൂഷണം ചിന്തിച്ച് നടക്കുന്ന ഈ തലയ്ക്കവരുടെ അകത്ത് എങ്ങനെ ദർശനം വെളിപ്പാടും കാണുന്നേ? ദിവസം 2-3 സീരിയൽ കാണുന്ന ഈ കണ്ണിനകത്തൂടെ എങ്ങനെ ദൈവസാന്നിധ്യം വ്യാപരിക്കുന്നത്? പ്രിയ ദൈവമക്കളെ, കർത്താവിന് നമ്മളെ ആവശ്യമാണ്. കർത്താവിന് നമ്മളെ വേണം. ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിന് നമ്മുടെ ശരീരം വേണം. പരിശുദ്ധാത്മാവിന് നമ്മുടെ ശരീരം വേണം. പരിശുദ്ധാത്മാവിന് ശരീരമില്ല. വ്യക്തിത്വമുണ്ട്. എല്ലാം മാനുഷ്യമായിട്ടുള്ള രീതിയിലുള്ളതും ദൈവികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ശരീരം പരിശുദ്ധാത്മാവിന് നമുക്ക് കാണത്തക്ക രീതിയിലില്ല. പരിശുദ്ധാത്മാവ്, ആത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് ചില കാര്യങ്ങൾ ഈ ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൈ വേണം, നിങ്ങളുടെ കൈ വേണം, നിങ്ങളുടെ കണ്ണ് വേണം, എൻ്റെ കണ്ണ് വേണം. എന്തിനാണെന്നറിയാമോ? ചിലത് കാണാൻ, ചിലത് പറയാൻ, ചിലതിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നിങ്ങളുടെ നാക്ക് വേണം പരിശുദ്ധാത്മാവിന്. ചിലതോടെ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയാൻ.
പത്രോസിനെ യോഹന്നാനെയൊക്കെ നോക്കിയാൽ മതി. പരിശുദ്ധാത്മാവിന് ആഗ്രഹം അവിടെ ഇരിക്കുന്ന ആ ജന്മനാ മുടന്തനായ മനുഷ്യൻ എഴുന്നേൽപ്പിച്ച് നടത്തണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? ആത്മാവുമായിട്ട് കണക്ട് ചെയ്തവനെ കണക്ട് ചെയ്തു. ഉടൻ തന്നെ പത്രോസോട് പറഞ്ഞു, അവനെ ഉറ്റുനോക്കി അവനോട് പറഞ്ഞു, നിനക്ക് വേണ്ടത് ഞങ്ങളിലില്ല, പക്ഷെ ഞങ്ങളിൽ ഒന്നുണ്ട്, നസറേനായ യേശുവിന്റെ നാമം. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പ്രിയ ദൈവമക്കളെ, പത്രോസിനെ യോഹന്നാനെ കർത്താവ് അതിനു വേണ്ടി ഉപയോഗിച്ചത് അവർ കണക്റ്റഡ് ആയിരുന്നു, പരിശുദ്ധാത്മാവുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അവരുടെ കണ്ണ്, അവരുടെ കൈ വിശുദ്ധമായിരുന്നു, അവരുടെ തലച്ചോർ വിശുദ്ധമായിരുന്നു. അവർ പറയുന്നു, ഞങ്ങൾക്കൊരുന്നുണ്ട്, നസറേനായ യേശുവിൻ്റെ നാമം. അവരുടെ യേശുവിൻ്റെ നാമം ഉണ്ടായിരുന്നു. ഇന്നും കർത്താവ് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ എഴുതി വെച്ചിരിക്കുക ചിലതൊക്കെ, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ചില കാര്യം. പരിശുദ്ധാത്മാവ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം. ആത്മാവ് ഒരു പാട്ട് പാടി 4ാമത്തെ ലൈൻ 3 പ്രാവശ്യം എടുത്തു പാടി, അതിനുശേഷം ഒന്നുകൂടെ പാടി, 2 പേര് അന്യഭാഷയൊക്കെ പറഞ്ഞ് ചെറിയൊരു ഇതൊന്നുമല്ല, ഇതൊക്കെ ചെയ്തോ കുഴപ്പമില്ല. പക്ഷേ യഥാർത്ഥമായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ ഇന്ന് കാലഘട്ടത്തിൽ നടക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതി വെച്ച് തരാം, ആയിരക്കണക്കിന് സ്നാനങ്ങൾ സഭയിൽ നടക്കും. ആയിരക്കണക്കിന് സ്നാനങ്ങൾ സഭയിൽ നടക്കും. എത്ര സ്നാനങ്ങൾ സഭയിൽ നടക്കുന്നു, എത്ര പേർ കർത്താവിലേക്ക് വരുന്നു. എന്താ കാര്യം എന്നറിയാമോ? സാധാരണ രീതിയിലുള്ള കാര്യങ്ങളാണ് പോകുന്നത്. 2 പാട്ട്, 3 പ്രാർത്ഥന, ഏതെങ്കിലും 7 പോയിൻ്റ് പ്രസംഗം, അവസാനം ഒരു നല്ല പാട്ട് പാടി പ്രൈസ് ആൻഡ് വർഷിപ്പൊക്കെ നടത്തി എന്തൊക്കെ കിട്ടി. ഒന്നും കിട്ടിയില്ല. വീണ്ടും ദൈവാത്മാവ് ഞാൻ പറയുക, ഈ ദിവസങ്ങളിൽ കറണ്ട് പോയാൽ പോകുന്ന ആത്മീയമേ ഉള്ളൂ സഭയ്ക്കകത്ത്. മനസ്സിലായില്ലേ? പവർ ഹൗസിൽ എന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ നിന്ന് വരുന്ന പവർ ഹൗസിൽ നിന്ന് വരുന്ന കറണ്ട് പോയാൽ പോകുന്ന ആത്മീയമേ ഉള്ളൂ സഭയ്ക്കകത്ത്. ഡ്രമ്മ് കൊട്ടിനകത്തും ആംപ്ലിഫയറിനകത്തും സൗണ്ട് സിസ്റ്റത്തിനകത്തും വെച്ച് മൂളിച്ചുണ്ടാക്കുന്ന ആത്മീയമല്ല യഥാർത്ഥ പരിശുദ്ധാത്മാവിന്റെ പവർ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുമ്പോൾ നിന്റെ സഭയ്ക്കകത്ത് നീ കാണാത്ത, ഇന്നുവരെ കാണാത്ത അസാധാരണമായ ദൈവപ്രവൃത്തികൾ കാണും. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ജനമൊന്ന് എഴുന്നേക്കാൻ തയ്യാറായിരുന്നെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ ജനമൊന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ. അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടണം. രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ ഓൺ ദ സ്പോട്ട് ഇളകും. എവിടെ ഭൂതം ഇളകുന്നേ? ഭൂതം വ്യാപരിച്ചവർ സഭയ്ക്കകത്തിരുന്ന് പാട്ട് പാടുന്നു, സഭയ്ക്കകത്ത് ഗിറ്റാർ വായിക്കുന്നു. ഭൂതം വ്യാപരിച്ചവർ തബല കൊട്ടുന്നു, ഭൂതം വ്യാപരിച്ച് പാട്ട് പാടുന്നു. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആത്മാവിന് തീ കത്തട്ടെ സഭയ്ക്കകത്ത്. തീ കത്തിയാൽ അണലി പുറത്തു വരും. തീ കത്തിയാൽ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് അത്യന്ത ശക്തിയാ. പരിശുദ്ധാത്മാവിനെ കൺട്രോൾ ചെയ്യാൻ ആർക്ക് കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ജനം നിറയപ്പെടട്ടെ, ദൈവദാസന്മാർ നിറയപ്പെടട്ടെ, സഭകൾ ആത്മാവിന്റെ കൺട്രോളിലേക്ക് വരട്ടെ. പഴക്കത്തിന്റെ ശുശ്രൂഷയല്ല സഭയ്ക്ക് വേണ്ടത്, ആത്മാവിന്റെ ശുശ്രൂഷയിലേക്ക് സഭ പുറത്തു വരട്ടെ. ഞാൻ അനേക സഭകളിൽ പോകുന്ന വ്യക്തിയാണ്. വളരെ ദുഃഖത്തോടെ ഞാൻ പറയട്ടെ, എന്നോട് വന്നിട്ട് പ്രാർത്ഥിക്കാൻ പുറത്ത് വന്നിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാസ്റ്ററെ, ഞാൻ ഈ സഭയെ കൂടി വന്നിട്ട് ഇത്ര വർഷമായി, ഇത്ര മാസമായി ഞാൻ ബന്ധിക്കപ്പെട്ട് കിടക്കുക, എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ഭയം വ്യാപരിക്കുന്നു. വർഷങ്ങളായ സഭയെ കൂടാൻ തുടങ്ങിയിട്ട്. യേശു കർത്താവ് വന്നത് ബദ്ധന്മാരെ അഴിച്ചുവിടാനാ, സുവിശേഷം അറിയിക്കാനാ, പീഡിതരെ പുറത്തു കൊണ്ടുവരാനാ. അങ്ങനെയാണെങ്കിൽ സഭയ്ക്കകത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുക. എന്തോ നിങ്ങൾ പ്രസംഗിക്കുന്നേ? മടങ്ങി വരട്ടെ ദൈവജനം, മടങ്ങി വരട്ടെ ദൈവദാസന്മാർ, ദൈവസഭകൾ മടങ്ങി വരട്ടെ. ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ കൺട്രോളിലേക്ക് എത്തട്ടെ. പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു അതനുസരിക്കാൻ തയ്യാറാകുക. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് ഏറ്റവും അവസാനത്തെ കഴിവ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. പല കാര്യങ്ങളുണ്ട്, എല്ലാം പറയാൻ സമയം നമുക്കില്ല, ടൈം നോക്കിക്കോട്ടെ. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് മുന്നിൽ വരുന്നതിനെ വിവേചിക്കാനുള്ള. ആത്മാവിനെ അനുസരിക്കണം, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് വിശുദ്ധനായി ജീവിക്കാൻ കഴിയത്തില്ല. സ്ലോലിയാണ് എന്ന് പറഞ്ഞാൽ അസൂയ. ഒറ്റ ദിവസം കൊണ്ട് അസൂയ മാറത്തില്ല, ഒറ്റ ദിവസം കൊണ്ട് ദേഷ്യം മാറത്തില്ല. പക്ഷെ അതിൻ്റെ സോഴ്സസ് കട്ട് ചെയ്യണം. നീ അതിന് കൊടുക്കുന്ന സോഴ്സസ് കട്ട് ചെയ്യണം. അത് ആത്മാവ കട്ട് ചെയ്യിപ്പിക്കുന്നത്. വേണ്ട മോനെ, നീ വിളിക്കണ്ട. ആദ്യമൊക്കെ ഇച്ചിരി പാടായിരിക്കും,
നമ്മുടെ ഈഗോ നമ്മളെ സമ്മതിക്കത്തില്ല. ഞാനെന്ന ഭാവം നമ്മൾ ഇടിച്ചു കയറി നിൽക്കും. ഇല്ലില്ല, ഞാൻ 2 വാക്ക് പറഞ്ഞിട്ട് പോകത്തുള്ളൂ. അതായിരുന്നു സ്വഭാവം. പക്ഷെ അതിനെ പരിശുദ്ധാത്മ കട്ട് ചെയ്യും. പതുക്കെ പുറമോട്ട് മറിച്ച് ലജ്ജയായിരിക്കും. അതാ പറഞ്ഞേ, നിനക്ക് നിൻ്റെ കണ്ണ് ഇടച്ച് ചൂന്ന് കളയണം, വലങ്കൈ ഇടച്ച് വെട്ടിക്കളയണം എന്ന് പറഞ്ഞാൽ ചില വേദനയുള്ള കാര്യങ്ങൾ അതൊക്കെ. മറ്റുള്ളവൻ്റെ നിൻ്റെ ഇമേജ് തകരും. ഇത്ര നാളും ഉണ്ടായിരുന്നു, തകർന്നോട്ടെ, നിത്യം നഷ്ടപ്പെടത്തില്ല. സ്തോത്രം. സ്ലോലി നമുക്കതിനെ ഇല്ലാതാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അസൂയ, ദേഷ്യം, ജാരശങ്ക, പിണക്കം, ദ്വന്ദ്വപക്ഷം, ഇതൊക്കെ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും? സ്ലോലി. പെട്ടെന്ന് നിമിഷം കൊണ്ട് മാറിപ്പോകത്തില്ല. എന്നാൽ പെട്ടെന്ന് മാറുന്ന കാര്യങ്ങളും ഉണ്ട്. സ്തോത്രം. ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറും, ചിലതൊക്കെ നമുക്ക് സ്ലോലി അതിന് ആഹാരം കൊടുക്കാതിരുന്നാൽ അത് മരിക്കും. നിങ്ങളതിന് ആഹാരം കൊടുക്കാതിരുന്നാൽ അത് മരിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ അടിമപ്പെടുത്തുന്ന ആ സ്വഭാവത്തിന് നിങ്ങൾ പോഷിപ്പിക്കുന്ന പോഷണം സ്റ്റോപ്പ് ചെയ്യണം. ചില ചിന്തയിൽ കൂടെ ആയിരിക്കാം, ചിലത് കേൾവി കൂടെ ആയിരിക്കാം, ചില നോട്ടത്തിൽ കൂടെ ആയിരിക്കാം. സ്റ്റോപ്പ് ചെയ്യണം. 10 പ്രാവശ്യം കണ്ടുകൊണ്ടിരുന്നതിനെ അത് 7 ആയി മാറ്റണം, 5 ആയി മാറ്റണം, 3 ആക്കി മാറ്റണം. അങ്ങനെ സ്ലോലി പുറമോട്ട് വരണം. അങ്ങനെയാണ് ഇതിനെ മരിപ്പിക്കുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും ഒരു ചക്രം ഓടുന്നത് പോലെ വിശുദ്ധ ജീവിതം മുന്നോട്ട് ഓടി വചനത്തിനകത്തൂടെ നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മൾ പണ്ട് 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 1 വർഷം മുമ്പ് നമ്മൾ പറഞ്ഞ ചില വാക്കുകൾ പോലും അയ്യോ ഞാൻ അങ്ങനത്തെ വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് തോന്നത്തക്ക രീതിയിൽ നിങ്ങൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് എത്താൻ തുടങ്ങും. അതാണ് പറഞ്ഞത്, കർത്താവിൻ്റെ ഭാവത്തിലേക്ക് എത്തണം, കർത്താവിൻ്റെ സ്വഭാവത്തിലേക്ക് എത്തണം. ആ ഒരു സ്വഭാവത്തിലേക്ക് എത്താതെ സ്വർഗീയമായ ആ എൻട്രൻസിൽ കൂടെ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അമേരിക്ക നിങ്ങൾക്ക് ചെല്ലാം, ഗൾഫിൽ നിങ്ങൾക്ക് പോകാം, പക്ഷെ സ്വർഗരാജ്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആത്മാവിനെ തന്നിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഭാവത്തോട് ഏകീഭവിക്കാൻ വേണ്ടിയാ. എന്തിനാ? ക്രിസ്തുവിനെ പോലെ ഈ ലോകത്തിൽ ജീവിക്കണം. മറ്റുള്ളവർ നമ്മളെ നോക്കിയിട്ട് പറയണം താങ്കൾ ജീസസ് ആണോ യേശു ആണോ എന്ന് ചോദിക്കത്തക്ക രീതിയിൽ നമ്മുടെ സ്വഭാവം മാറണം. അഭിനയമല്ല, സ്വഭാവം മാറണം. മാറിയാൽ അവിടെ എത്താം. അതാണ് എൻ്റെ ഒറ്റ മാനദണ്ഡം. അല്ലാതെ നീ എത്ര സഹായത്തിന് പോയി, എത്ര രൂപ കൊടുക്കണം, ഇതെല്ലാം ചെയ്തോ, സഹായത്തിനൊക്കെ പോകണം. ഇതെല്ലാം കൊടുത്തിട്ടും ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട കാര്യം ക്രമീകരിച്ചില്ലെങ്കിലോ, വിശുദ്ധിയോട് ജീവിച്ചില്ലെങ്കിലോ, അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ഇതെല്ലാം ബാലൻസ് ചെയ്ത് പോകണം. ദാനധർമ്മമൊക്കെ അങ്ങ് എത്തി കുറഞ്ഞ വളരെ സന്തോഷം, നിന്റെ പ്രാർത്ഥന എത്തി. പക്ഷെ നീ എത്തണമെന്നുണ്ടെങ്കിൽ പൗത്രോസ് നിന്റെ വീട്ടിൽ എത്തണം. വചനം കേൾക്കണം, വചനം കേട്ട് അനുസരിക്കണം. അതിലെന്തോ പറഞ്ഞിരിക്കുന്നു അത് ഏറ്റെടുക്കണം. എങ്കിൽ മാത്രമേ അങ്ങെത്തത്തുള്ളൂ. യാക്കോബിൻ്റെ ലേഖനത്തിലൊരു വാക്യമുണ്ട്, തന്നെത്താൻ ചതിക്കരുത്. എന്തുവാ? വചനം കേട്ടിട്ട് അത് ചെയ്യാതിരുന്നാൽ നമ്മളെ തന്നെത്താൻ ചതിക്കുക, വഞ്ചിക്കുക. അത് ചെയ്യരുത്. ഈ വചന കേൾവിയൊന്നും ഒരു കുറവുമില്ല. ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയാൽ, യൂട്യൂബ് ഓപ്പൺ ആക്കിയാൽ, പവർ വിഷനിനകത്ത്, ഹാർവെസ്റ്റ് ടി വിക്കകത്ത്, ഏതെല്ലാം ടി വി ഉണ്ടോ ആ ടി വിക്കകത്തെല്ലാം നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുക. കേട്ടോ, എത്ര വേണമെങ്കിലും കേട്ടോ. പക്ഷെ ജീവിതത്തെ ക്രമീകരിക്കുന്നില്ലെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മൾ തന്നെത്താൻ ചതിക്കുകയാണ്. എന്തുവാ ചതി? സഭായോഗത്തിന് പുറത്താക്കുമോ? അതോ രജിസ്റ്റർ ചെയ്യുന്ന പേര് വെട്ടുമോ? അതാണോ ചതി? അല്ല. നിത്യത നഷ്ടപ്പെടും. തന്നെത്താൻ ചതിക്കരുത്. ആ ചതിയുടെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത്, ചതി എന്ന് പറഞ്ഞാൽ നിത്യ നഷ്ടപ്പെടും. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, വചനം ഇഷ്ടംപോലെ കേട്ടോ, കുഴപ്പമില്ല. കേൾക്കുന്ന വചനം എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ അതൊന്ന് പ്രാവർത്തികമാക്കുക. ജയിക്കാൻ പറ്റാത്ത അനേകർ എന്നെ കേൾക്കുന്ന പ്രിയരോട് ഞാൻ ഒത്തിരി വചനം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അവസാനത്തെ വാക്കൂടെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് വിവേചിക്കാനാണ്. എന്ത് വിവേചിക്കണം? മുന്നിൽ വരുന്നതിനെ വിവേചിക്കണം. എന്താണ് ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരും പരിശുദ്ധാത്മാവ്. പ്രാർത്ഥിച്ചാൽ മതി. തീർച്ചയായിട്ടും വെള്ളയുടുപ്പിട്ടത് കൊണ്ടോ അല്ല, നല്ലപോലെ വചനം സംസാരിച്ചുകൊണ്ടൊന്നും നിങ്ങൾക്കൊരാളെ തിരിച്ചറിയാൻ കഴിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് തിരിച്ചറിഞ്ഞു തരും. പരിശുദ്ധാത്മാവ് സംസാരിക്കും. പരിശുദ്ധാത്മാവ് ചില ഫലങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. അങ്ങനെ ആ വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയും. നിങ്ങളുടെ മുന്നിൽ ഒരു വഴികൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരു ഫോൺ കോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് തിരിച്ചറിയാൻ ചില കാര്യങ്ങൾ.
മൂന്നാമത് പരിശുദ്ധാത്മാവിന് തന്നിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കാനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട വചനം കേട്ട് കൈകൊട്ടി വീട്ടിൽ ഇരുന്ന് സഭായോഗം കൂടി ആരാധിച്ചു പോകാൻ മാത്രമല്ല, പിന്നെയോ ഈ അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറയണം. പരിശുദ്ധാത്മാവിന് നമുക്ക് തന്നിരിക്കുന്നത് അതിനാണ്, സുവിശേഷീകരണം. പരിശുദ്ധാത്മാവിന് തന്നിരിക്കുന്നത് ജീവനും വിശുദ്ധിയോട് ജീവിക്കുക. വേർപെട്ട ജീവിതം. വേർപെട്ട ജീവിതം എന്താണ് വേർപെട്ട ജീവിതം? നമ്മൾ പറയാറുണ്ട്, ഞാൻ വിശുദ്ധിയും വേർപാടുള്ളവരാ, ഞങ്ങൾ വിശുദ്ധിയും വേർപാട്. എങ്ങനെയാണ് വിശുദ്ധിയും വേർപാടും ഉണ്ടാകുന്നത്? ഞാനാണോ പറയുന്നത് വിശുദ്ധനാണെന്ന്? ഞാനാണോ പറയുന്നത് വേർപെട്ടവനാണെന്ന്? അല്ല, മറ്റുള്ളവർ പറയണം, സമൂഹം പറയണം. കോളേജിൽ പഠിക്കുന്ന കൊച്ചിനെ കുറിച്ച് കോളേജിൽ പഠിക്കുന്ന മറ്റ് സ്റ്റുഡൻസ് പറയണം, ഇവൻ മറ്റവരെ പോലല്ല കേട്ടോ, ഇവനൊരു പ്രത്യേകതയുണ്ട്. ഓഫീസിൽ ജോലി ചെയ്യുന്ന അമ്മാമ്മയെ കുറിച്ച് മറ്റ് എംപ്ലോയീസ് പറയണം, ഇത് സാധാരണ ഒരു സഹോദരി അല്ലല്ലോ, ഈ സഹോദരി ആ ലിസിയെ പോലല്ലോ ഈ ലിസി. എന്താ വ്യത്യാസം? പരിശുദ്ധാത്മാവിന്റെ കൺട്രോൾ. എല്ലാവരും ചാടുന്നിടത്ത് അവള് ചാടാൻ പോകത്തില്ല, എല്ലായിടത്തും കൈകൊട്ടുന്നിടത്ത് അവള് കൈകൊട്ടാൻ പോകത്തില്ല, എല്ലാ പാർട്ടിയിലും വച്ചാൻ പോകത്തില്ല. എന്നാൽ ചില പാർട്ടിയിലും ദൈവവചനം സംസാരിക്കുന്നവർ മാത്രമേ അച്ഛൻ പോകത്തുള്ളൂ. അപ്പം കാണുന്നവർ പറയുകയാണ്, ഈ അച്ഛൻ സാധാരണ ഒരു അച്ഛനല്ല, എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, ഇദ്ദേഹത്തിന് വ്യത്യാസമുണ്ട്. അപ്പൊ ഈ വ്യത്യാസമാണ് വേർപെട്ടവനാക്കുന്നത് നമ്മളെ മറ്റുള്ളവർ. സമൂഹത്തിൽ നമ്മളെ കാണുന്നവർ പറയും, ഇവർ വിശുദ്ധനാണ്, ഈ സഹോദരി ഒരു വിശുദ്ധയാണ്, ഈ സഹോദരി സാധാരണ സഹോദരി അല്ല, ഇവിടെ പ്രാർത്ഥിക്കുന്നവളാണ് കേട്ടോ. മറ്റുള്ളവരിൽ നിന്നൊരു വേർപാട്, ഒരു വേർപെട്ട അനുഭവം. ഇത് നമ്മളങ്ങ് പ്രഖ്യാപിക്കുക, ഞാൻ വിശുദ്ധനാണ്, ഞാൻ വേർപെട്ടവരാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളല്ല പ്രഖ്യാപിക്കണം, മറ്റുള്ളവർ പറയണം നമ്മൾ വിശുദ്ധരാണ്. അതാ മറ്റുള്ളവർ നമ്മളെ വായിക്കുന്ന പത്രമാണ്, നമ്മളെ അവർ നോക്കിക്കൊണ്ടിരിക്കുക. ആ വ്യത്യാസം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിക്കാൻ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനോട് കൂടെ ജീവിക്കണം. സഭായോഗത്തിന് മാത്രമല്ല, 24 hours. രാത്രി ഉറങ്ങുമ്പോഴും ആത്മാവിൻ്റെ സംസർഗം, കറിക്കരിയുമ്പോഴും ആത്മാവിൻ്റെ സംസർഗം, വണ്ടി ഓടിച്ചു പോകുമ്പോഴും ആത്മാവിൻ്റെ സംസർഗം. ആത്മാവിൻ്റെ കൂടെ വസിക്കുന്നത്. നമ്മുടെ കൂടെ ഒരാളുണ്ടെന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാവും, എൻ്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്, ഞാൻ ഭയപ്പെടത്തില്ല, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഉണ്ട്. സ്തോത്രം. എത്ര പേർക്ക് ഈ ചിന്ത ഫീൽ ചെയ്യുന്നുണ്ട്? സാധാരണ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നത് സഭായോഗത്തിന് വരുമ്പോഴാണ്, അല്ലെ കാത്തിരിപ്പ് യോഗത്തിന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴാണ് ആത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, അല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വസിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ കഴിയും. നമ്മൾ സംസാരിക്കണം. പരിശുദ്ധാത്മാവേ സംസാരിക്കണം. നമ്മുടെ കാര്യസ്ഥനായിട്ട് നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവോട് പറയണം, എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആ വിഷയത്തിൽ ഞാൻ തോറ്റുപോവുകയാണ്, എന്നെ ഒന്ന് ബലപ്പെടുത്തണം. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കും. ആ ഒരു ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ടോ? പോയിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ പരിശുദ്ധാത്മാവിലും ജീവിച്ചാണ്. ഇവിടെ നമ്മൾ വായിച്ചില്ലേ, നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നുണ്ട്. ആത്മാവ് ജീവിക്കുന്നുണ്ട്, പക്ഷെ ആത്മാവിനെ അനുസരിക്കുന്നില്ല. ആത്മാവിനെ അനുസരിക്കാത്തതുകൊണ്ടാണ് ജഡത്തിൻ്റെ മോഹങ്ങൾ കയറി വരിക, തോറ്റുപോകുന്നു. അങ്ങനെയാണ് ക്രിസ്ത്യ ജീവിതം പരാജയമായി മാറുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ പരാജയത്തിൻ്റെ ജീവിതമല്ല നമ്മൾ ജീവിക്കുന്നത്, ജയത്തിൻ്റെ ജീവിതം. ജയത്തിൻ്റെ ജീവിതം ചെയ്ത ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ നമുക്ക് ജീവിക്കാം. പരിശുദ്ധാത്മാവിനെ കർത്താവ് നൽകിയിരിക്കുന്ന അവസാനത്തെ ഉദ്ദേശം ഞാൻ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. അവസാനത്തെ ഉദ്ദേശം, ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും 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 അത്യാവശ്യമായ കാര്യം എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിനെ രൂപാന്തരപ്പെടുത്തിയതുപോലെ മനുഷ്യ ശരീരത്തിൽ നിന്ന് ദൈവിക ശരീരമായി മാറ്റാൻ പരിശ്രമിച്ച അല്ലെങ്കിൽ പ്രവർത്തിച്ച ഒരാത്മാവുണ്ട്. ആ ആത്മാവിനെ നമ്മളെ മേൽ പകരം. എന്തിനെന്നറിയാമോ? നമ്മളും ഇതേപോലെ രൂപാന്തരപ്പെടണം. നമ്മളും ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരം മൺശരീരം വിൺ ശരീരമായി മാറിയാണ് നമ്മൾ ഞൊടിയിടയിൽ പറന്നുയരുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ, അല്ല, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ ശരീരത്തിന് ട്രാൻസ്ഫോർമേഷൻ ലഭിച്ച് ഈ ലോകത്തിൽ നിന്ന് പറന്നുയരണോ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വേണം. അന്യഭാഷ പറയാൻ മാത്രമല്ല, വിശുദ്ധിയോട് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, അല്ല, വിവേചിക്കാനും പ്രവചിക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നെയോ ഈ ലോകത്തിൽ നിന്ന് പറന്നുയരാൻ ഈ പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി നമുക്ക് ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുങ്ങാൻ. പ്രിയപ്പെട്ടവരെ, ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സമയം കഴിയാറായല്ലോ. മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. എന്നെ കേൾക്കുന്നു, ദയവായി
ആയിരിക്കുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ ഇപ്പോൾ ലൈവിൽ കാണുന്നവരും അല്ല പിന്നീട് ഈ വീഡിയോ കാണുന്നവർ ആരാണെങ്കിലും ഇത് പ്രാർത്ഥിക്കുന്ന സമയം തന്നെ നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകും, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിപ്പോകും, നിങ്ങളുടെ നിരാശ മാറിപ്പോകും. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, സ്തോത്രം ചെയ്താട്ടെ. കർത്താവേ സ്തോത്രം, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചാട്ടെ, നിങ്ങളുടെ നാവുകളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഓ ഹല്ലേലൂയ. ഓരോ സ്തോത്രങ്ങളും വെടിയുണ്ടകൾ പോലെ എന്ന് പറഞ്ഞാൽ പൈശാചിക മണ്ഡലക്ക് നേരെ നിങ്ങൾ അയക്കുന്ന വെടിയുണ്ടകളാണ്. നിങ്ങൾ പറയുന്ന സ്തോത്രങ്ങൾ നിങ്ങളുടെ തലമുറ കെട്ടുകൾ പൊട്ടും. നിങ്ങൾ ഹല്ലേലൂയ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന ബന്ധങ്ങൾ അഴിഞ്ഞു മാറും. ഓ ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് ടൈമിൽ ഇത് കേൾക്കുന്നോ അത് വിഷയമല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന സമയമാണിത്. ഈ സമയം നിങ്ങളോട് പരിശുദ്ധാത്മ ഇടപെടുന്നു. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന് പരിശുദ്ധാത്മ മറുപടി അയക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഏത് വിഷയത്തിന് ഭാരപ്പെടുന്നോ യേശുവിന്റെ നാമത്തിൽ ആ വിഷയങ്ങൾ വേരോട് പറഞ്ഞു പോവുകയാണ്. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആത്മഹത്യ ചിന്തകൾ മാറിപ്പോകട്ടെ, ഡിപ്രഷൻസ് മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. നിങ്ങളെ അലട്ടുന്ന ഭയങ്ങൾ മാറിപ്പോകട്ടെ. എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഭയത്താൽ വാരപ്പെടുന്നു. ഭയം യേശുവിന്റെ നാമത്തിൽ ഭയം വേരോട് പറയട്ടെ. ഓ താങ്ക് യു ജീസസ്. ഭയം കയറിയിട്ട് രാത്രി ഉറങ്ങുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന പ്രിയ സഹോദര, നിന്നോട് ദൈവത്തിന്റെ ആത്മാ പറയുകയാണ്, യേശുവിന്റെ നാമത്തിന്റെ ശക്തി, യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കുക. അത് വേരോട് പറഞ്ഞു പോകുക. വേരോട് പറയും, സഹോദരി ആ ഡിപ്രഷൻ മാറിപ്പോകുന്നു കേട്ടോ. നിന്നെ ഉറക്കം കിടന്ന ഡിപ്രഷൻ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നു. മൈഗ്രെയിൻ രോഗം അഴിഞ്ഞു മാറുന്നു യേശുവിന്റെ നാമത്തിൽ. രോഗങ്ങൾ സൗഖ്യമാകുന്നു. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ തീ മുറിക്കകത്തോടെ വ്യാപരിച്ചിറങ്ങുക. രോഗത്തിന്റെ കെട്ടുകൾ പൊട്ടുക യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, അവിടുത്തെ അദൃശ്യമായ കരവിടെ തൊടുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. ദുഷ്ട പിശാചിന്റെ കോട്ടകൾ തകരട്ടെ. കർത്താവേ, കിലോമീറ്ററുകൾക്കകലെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നു. കർത്താവേ, ഭാരതീയർ വലയാണ്. എനിക്ക് രക്ഷയില്ല, ഞാൻ എല്ലാവരും തള്ളപ്പെട്ടു, ഞാൻ പാപിയാണ്, എനിക്കിനി ആരും മാപ്പ് തരത്തില്ല, ഞാൻ കൊടും പാപിയാന്ന് പറയുന്ന കരയുന്ന ആ സഹോദര ദൈവാത്മാ പറയുന്നു, ഇല്ല, നിനക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്, നിന്നെ രക്ഷിക്കാനാണ് യേശു മരിച്ചത്. നിന്റെ കൊടും പാപത്തെ യേശു കർത്താവ് ക്ഷമിക്കുകയാണ്. കർത്താവേ, ആ സഹോദരത്തെ ശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, സ്തോത്രം. കർത്താവിനോട് ഇങ്ങനെ പറ, കർത്താവേ, ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ. അവിടുന്ന് എന്റെ കർത്താവാണ്, രക്ഷിതാവാണ്, അവിടുന്ന് എനിക്കായി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നീ ഏറ്റു പറയുന്ന നിമിഷം നിന്റെ സകല പാപങ്ങളെ കർത്താവ് ക്ഷമിക്കും. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അവിടുത്തെ കരം ചരിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാകുന്നു. എല്ലാ ചിന്താഭാരങ്ങളും മാറിപ്പോകട്ടെ. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. പൈശാചിക കോട്ടകൾ തകരട്ടെ. പിശാചിന്റെ കോട്ടകൾ തകരട്ടെ. യേശുവിന്റെ നാമം തലമുറയുടെ വെട്ടുകൾ, തലമുറയെ ബന്ധിച്ച ബന്ധനങ്ങൾ അഴിയുന്നു. തലമുറയുടെ വഴികൾ മുടക്കിയിട്ടിരിക്കുന്നു. തലമുറക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. ബുദ്ധിമണ്ഡലങ്ങളെ ബന്ധിച്ച ബന്ധനങ്ങൾ അഴിയട്ടെ. പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളായിരുന്നു, എന്നാൽ ബുദ്ധിമണ്ഡലങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവിടുത്തെ കരം തൊട്ടങ്ങ് സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം. ജനത്തെ തൊടുന്നതിനായി സ്തോത്രം. ആത്മാവിന്റെ ശക്തി മുറിക്കുള്ളിൽ വ്യാപരിക്കട്ടെ, വ്യക്തികളിൽ വ്യാപരിക്കട്ടെ. രോഗബന്ധനം കഴിയട്ടെ, മരണഭീതി മാറിപ്പോകട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. ആന്തരികമായ അസുഖങ്ങൾ, ഹാർട്ട് അറ്റാക്കുകൾ, ക്യാൻസറുകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ബ്ലഡിലുണ്ടായിരിക്കുന്ന കൗണ്ട്സ് കൂടുന്ന രോഗം യേശുവിന്റെ നാമത്തിൽ നോർമലാകട്ടെ. കിഡ്നി ഫെയിൽ ആയിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ കിഡ്നി വർക്ക് ചെയ്യാൻ തുടങ്ങട്ടെ. എന്തെല്ലാം രോഗങ്ങൾ ഇപ്പോൾ വ്യാപരിക്കുന്നു അതെല്ലാം യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. അവിടുത്തെ കരം തൊട്ട് സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം. അവിടുന്ന് വിടുവിച്ചതിനായി സ്തോത്രം. കർത്താവേ, ബലമുള്ള കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ ജനത്തെ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കർത്താവിൻ്റെ വരെ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.